ഹായ്, ഞാൻ ഷാബ ബസി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റ് പല പ്ലാറ്റ്ഫോമിലും ന്യൂസ് ചാനലുകളും ആയാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ഒരു യുവ നേതാവിന്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ കാര്യം എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് അതിനെ ഇവിടെ സമൂഹത്തിൽ കൊണ്ടിട്ട് വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ ഒരിക്കലും പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇതില് തെറ്റുകാരാരാണ്? നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ. രണ്ടുപേരും, അതായത് യുവ നേതാവും തെറ്റുകാരനാണ്, ഇത് യുവ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളും തെറ്റുകാരികളാണ്. ഒരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അയാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ആ സ്ത്രീക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് അവിടെ തന്നെ തടയിട്ടില്ല? തടയിടാൻ ശ്രമിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തില്ല? ഇല്ലെങ്കിൽ അപ്പൊ തന്നെ വാൺ ചെയ്യാത്തത്, ഇല്ലെങ്കിൽ അന്ന് തന്നെ അത് പറയാത്തത്? ഇത്രയും നാള് കൊണ്ട് നടന്ന് ഈ കുറെ നാൾ അത് ആസ്വദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോലാഹലം? രാഷ്ട്രീയക്കാർ അത് കുറെ പേര് ഏറ്റെടുക്കാനും അതിന് ചുക്കാൻ പിടിക്കാനും മറ്റു പലരും. എന്തിനാണ് ഇതെല്ലാം? അപ്പോൾ ഇതിനും പിന്നിൽ എന്തോ അജണ്ടയുണ്ട്. ചർച്ച ചെയ്യപ്പെടാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള മറയല്ലേ ഇത്? ഇതാണോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും വാർത്തകളിലും നിറഞ്ഞു നിൽക്കേണ്ടത്? ഇതാണോ? ഇവിടെ ആർക്കും പാലം തകർന്നു വീഴുന്നതിനെ പറ്റിയോ കെട്ടിടം തകർന്നു വീഴുന്നതിനെ പറ്റിയോ വോട്ട് ചോർച്ചയെ പറ്റിയോ പോലും ചർച്ച ചെയ്യാൻ സമയമില്ല. വെറുതെ ഈ നേതാവിന്റെ പുറകെ ചുമ്മാ നടക്കുവാണ്. എന്തുകൊണ്ടാണ് സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഈ ചർച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്?